ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന് ഫെഡറലിസത്തിന്റെ അന്തസത്ത കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. വിഷയത്തിൽ കേന്ദ്രം ഏകപക്ഷീയ നടപടികൾ ഉപേക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മുൻകൈയിൽ ഈ മാസം 22-ാം തീയതി ചെന്നൈയിൽ നടക്കുന്ന ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി യോഗത്തിലേക്ക് പിണറായി വിജയനും ക്ഷണമുണ്ട്. തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ തിരുവനന്തപുരത്തെത്തി ക്ഷണക്കത്ത് നൽകി. നമുക്കൊപ്പം അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ, വീണ്ടും ഒരിക്കൽ കൂടി സ്റ്റാലിനും പിണറായിയും കൈകോർക്കുമോ കേന്ദ്രത്തിനെതിരെ? അരുൺ, ലോക്സഭാ മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് അഭിപ്രായ സമന്വയം വഴി തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രധാനമായും പങ്കുവച്ചിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനസംഖ്യാ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ കുടുംബാസൂത്രണ നയത്തിലുമൊക്കെ കൃത്യമായിട്ടും കാര്യക്ഷമമായും നടപടികൾ ഉൾക്കൊണ്ട നടപടികളെടുത്ത ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന നടപടി ആവരുത് കേന്ദ്ര സർക്കാരിൻ്റെ എന്നുള്ളതാണ് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പാർലമെന്റ് സീറ്റുകളുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ആനുപാതികമായി കുറവ് വരുത്താതെ ഇത് മണ്ഡല പുനർനിർണയം നടത്തണമെന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടത്തിയിരുന്നത് 1952-ലും 63-ലും 73-ലുമാണ്. ഈ 73-ന് ശേഷം 76-ലാണ് ഭരണഘടന 42-ാം ഭേദഗതി പ്രകാരം ഈ ലോക്സഭാ മണ്ഡല പുനർനിർണയം മരവിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഏറ്റവും ഒടുവിൽ അത് 2026-31 വരെ വീണ്ടും അത് മരവിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നുപോയി. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു ലോക്സഭാ മണ്ഡല പുനർനിർണയം സംബന്ധിച്ച് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടിയുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കേരളവും തമിഴ്നാടും പോർമുഖം തുറക്കുകയാണ്. കേന്ദ്രത്തിനെതിരെ ലോക്സഭാ മണ്ഡല പുനർനിർണയമാണ് വിഷയം.